കാർത്തികനായ ദൈവമേ, ഈ കൊടിമരമാൽ ചെയ്യണമേ. ഇങ്ങനെ ഇഷ്ടാനുസരണം നൽകണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മേഘങ്ങളെ വാഹനമായി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ബഹുമാനത്തിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക ലഭിക്കുമാറാകട്ടെ. ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ
വിശുദ്ധ യേശുക്രിസ്തുവിന്റെ കൃപകൾ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അധ്യക്ഷനായ അഭിവന്യ പിതാവേ, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ തോമസ് കൊറിലോസ് പിതാവേ, ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, നാനാജാതി മതസ്ഥരായ നാട്ടുകാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള നാട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവന്റെ ആരാധനാലയം. ഈ പെരിങ്ങര ഇടവകയെ സംബന്ധിച്ച് പറഞ്ഞാൽ 140 വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ജനം ഒരു ആരാധനാലയം ഇവിടെ പണിത് അയൽ ഇടവകയിൽ നിന്നും വേർതിരിഞ്ഞ് കൂടുതൽ സൗകര്യത്തോടെ അവരുടെ ആരാധനാക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി അന്നൊരാലയം പണിതു. അത് തുടർന്നിങ്ങ് പോന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പെരുകി, ആലയം കാലപ്പഴക്കമായി. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് നമ്മളൊരു പുതിയ ദേവാലയം പണിയണമെന്നുള്ളതിനെ പറ്റി ഊർജിതമായിട്ട് ചിന്തിക്കുവാനും പൊതുയോഗങ്ങളൊക്കെ കൂടുവാനും തീരുമാനിച്ചത്. അങ്ങനെ ഒരുങ്ങി വന്ന അവസാനം ഒരു ദേവാലയം നിർമ്മിക്കണമെന്നുള്ള പൊതു തീരുമാനത്തിലെത്തുകയും അതിനു വേണ്ട കമ്മിറ്റികളൊക്കെ തിരഞ്ഞെടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ സംശയം, ഇതിനെങ്ങനെ പണമുണ്ടാകും, എല്ലാവരും സഹകരിക്കുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ രംഗത്ത് വന്ന ആളുകൾക്കൊക്കെ നല്ല വിശ്വാസമുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും, സംശയമില്ല. അപ്പോൾ എന്താണ് മനുഷ്യന്റെ പ്രതികരണം എന്നറിയാനായിട്ടൊരു കമ്മിറ്റി കൂടി ഞങ്ങൾ വീട് കയറി ഇറങ്ങി. എല്ലാ വീടുകളിലും കയറി. നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഒരു ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു. 2003 മാർച്ച് 19 അഭിവന്യ പിതാവ് പുതിയ ദേവാലയത്തിനുള്ള കല്ലിട്ടു. അതിനു മുൻപായിട്ട് ഫെബ്രുവരി 1, 2 തിരുനാൾ കഴിഞ്ഞ് 4 അവിടെ നിന്നും ആരാധന ഈ ചെറിയ കെട്ടിടത്തിലേക്ക് മാറ്റി. പിന്നീടുള്ള പണികളെല്ലാം വളരെ ഭംഗിയായിട്ടും സ്പീഡിലും മുമ്പോട്ട് നീങ്ങി. നമ്മുടെ പണി എത്രയും സ്പീഡിൽ മുന്നോട്ട് നീങ്ങി.
അതുപോലെ തന്നെ ജോലി ചെയ്തിരുന്ന ആളുകളാണെങ്കിലും അവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഓരോ കാലത്ത് കൃത്യസമയത്ത് പണികൾ തീർക്കണമെന്ന് പറഞ്ഞാൽ അവരെ സാധിക്കുന്ന രീതിയിൽ തന്നെ കൃത്യസമയത്ത് എന്ത് കഷ്ടപ്പാടും സഹിച്ചാണെങ്കിലും അവർ പണികൾ തീർത്തു തന്നു. ഈ ഇടവക ജനത്തെ മുഴുവനായും അതുപോലെ തന്നെ മറ്റ് അയൽവാസികളായിട്ടുള്ള ആളുകൾ, ഇതിനോട് സഹകരിച്ച ആളുകൾ, ഇതേപ്പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾ, ഇതേപ്പറ്റി നന്മ മാത്രം ചിന്തിക്കുകയും പറഞ്ഞിട്ടുള്ള ധാരാളം ആളുകൾ, എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് അത് സാധ്യമാക്കുവാനായിട്ട് കഴിയുന്ന ഒരു വലിയ വിശുദ്ധനും അതുപോലെ തന്നെ അതിന് ത്രാണിയുള്ളതായ ഒരു വികാരിയും അദ്ദേഹത്തോട് സഹകരിക്കുന്ന ഒരു കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഇടവക ജനങ്ങളും ഉള്ളപ്പോൾ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷയിലും ഇതിന്റെ പണിയിലും സംബന്ധിച്ച നമ്മെല്ലാവരെയും പരിശുദ്ധനായ യൗസേപ്പ് പിതാവ് തന്റെ സ്വർഗീയ മധ്യസ്ഥതയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശിഷ്യ അഭിമന്യ പിതാവിന്റെ വലിയ ആശീർവാദത്തോടും പിതാവിന്റെ അനുവാദത്തോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികരുടെയും അനുവാദത്തോടും ഞാൻ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഒരു സമാധാനത്തിന്റെ സന്ദേശം പരത്തുന്ന, ഈ നാട്ടിലാകെ ഐശ്വര്യത്തിന്റെ സന്ദേശം പരത്തുന്ന വലിയൊരു സ്ഥാപനമായി നമ്മുടെ ഈ യോസേപ്പ് പിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയം മാറട്ടെ എന്നുള്ള ആശംസയോട് കൂടി നിങ്ങളുടെ എല്ലാം അംഗീകാരത്തോടു കൂടി ഈ സൗകര്യം ഞാൻ ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ദേവാലയം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാവരെയും അനുമോദിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഇവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും